ചെമ്മീൻ ചോറ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും, പിന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ ആദ്യം തന്നെ ചെമ്മീനെ നന്നായി ക്ലീൻ ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്തൊന്ന് വേവിച്ചെടുക്കുക. ഇനി ആ വേവിച്ച ചെമ്മീനെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം, മസാലപ്പൊടികളെല്ലാം ചേർത്ത്. അതിൻ്റെ സ്റ്റോക്ക് കളയരുത്, സ്റ്റോക്ക് നമുക്ക് റൈസ് വേവിക്കുമ്പോൾ അതിൽ ഒഴിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇനി ബട്ടറും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് അത് നന്നായി ചൂടായി വരുമ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണ ചെമ്മീൻ അതിലിട്ടൊന്ന് നന്നായി പൊരിച്ചെടുക്കുക. അപ്പോൾ പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഓൾറെഡി ചെമ്മീൻ വെന്തേക്കുന്നത് കൊണ്ട് ജസ്റ്റ് ആ മസാല ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി, കുറച്ച് നേരം മതി, കരിഞ്ഞു പോവാതെ നോക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ചെമ്മീൻ്റെ തലയുണ്ടല്ലോ അതാണ് വറുക്കണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ തല വറുത്ത് കഴിക്കാനായിട്ട്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല അതിൻ്റെ ഫ്ലേവറെല്ലാം ആ ഓയിലിലേക്ക് ഇറങ്ങുകയും ചെയ്യും. ഈ സെയിം ഓയിലിൽ തന്നെയാണ് നമ്മൾ റൈസും മസാലയൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെമ്മീനും വറുത്ത് കഴിഞ്ഞു. അതിന് ശേഷം ആ ഓയിലിലേക്ക് സവോളയും കുറച്ച് കറിവേപ്പിലും പച്ചമുളകും എല്ലാം ഇട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ചതച്ച് വെച്ചേക്കണം ഇഞ്ചി പച്ചമുളകും കൂടിയും ചേർത്ത് അതിൻ്റെ എല്ലാം ഒന്ന് പച്ചമണം പോകുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. തക്കാളി കൂടി ചേർക്കുക കേട്ടോ. എല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് അതിലേക്ക് മസാലപ്പൊടി, ഗരം മസാലപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം കഴുകി വെച്ചേക്കണം അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അരി ഒരു 3 മിനിറ്റ് അതിൽ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. മസാലയെല്ലാം റൈസിലൊന്ന് പിടിച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെരുകി വെച്ചേക്കണം തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സ്റ്റോക്കില്ലേ അത് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് അളന്നൊഴിക്കുക. അപ്പോൾ അതൊരു 1 ഗ്ലാസ് ഉണ്ടെങ്കിൽ ബാക്കി വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് ബസുമതി റൈസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അതിൽ 1 ഗ്ലാസ് ഇപ്പോൾ ആ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, ബാക്കി 3 ഗ്ലാസ് ചൂടുവെള്ളം കൂടിയും ചേർത്ത് ഒഴിച്ചതാ ഇപ്പോൾ ഇതുപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വറുത്ത് വെച്ചേക്കുന്ന ചെമ്മീനും കൂടി അതിലേക്ക് ഇട്ട് ഒന്ന് ആവിയേറ്റി കഴിഞ്ഞാൽ നമ്മളുടെ ചെമ്മീൻ ചോറ് റെഡി ആയിട്ടോ. എനിക്ക് മറ്റേ ചെമ്മീൻ ബിരിയാണീനായിട്ട് ഇച്ചിരി കൂടിയും ഇഷ്ടം ഈ ചെമ്മീൻ ചോറ് തന്നെയാണ്. നമുക്ക് ആ ബിരിയാണി കഴിച്ച ആ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യില്ല ഇത് കഴിക്കുമ്പോൾ. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഞാൻ നാരങ്ങ അച്ചാറും പിന്നെ നേരത്തെ വറുത്ത ചെമ്മീൻ തലയുണ്ടല്ലോ അതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.